2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളും. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച വർഷം 1973 ജൂൺ 5. ഇന്ത്യയിൽ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം സ്ഥാപിതമായ വർഷം 1985. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത്. ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? കെനിയയിലെ നെയ്റോബി. പരിസ്ഥിതി സംരക്ഷണത്തിനായി 1970കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. 1 മുതൽ 10 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കാലാവസ്ഥാ വ്യതിയാനവും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളും. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച വർഷം 1973 ജൂൺ 5. ഇന്ത്യയിൽ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം സ്ഥാപിതമായ വർഷം 1985. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത്. ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? കെനിയയിലെ നെയ്റോബി. പരിസ്ഥിതി സംരക്ഷണത്തിനായി 1970കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മധ്യപ്രദേശിലാണ്. എന്നാൽ ശതമാനക്കണക്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തൃതിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വനശതമാനമുള്ളത് മിസോറാമിലാണ്. കാർബൺ രഹിത കൃഷിരീതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ രാംദേവ് മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഇക്കോളജിയുടെ മാതാവ് വന്ദന ശിവ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ്
റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓഡം. 11 മുതൽ 20 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മധ്യപ്രദേശിലാണ്. ശതമാനക്കണക്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തൃതിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വനശതമാനമുള്ളത് മിസോറാമിലാണ്. കാർബൺ രഹിത കൃഷിരീതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ രാംദേവ് മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് വന്ദന ശിവ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഏത് രാജ്യമാണ് ആദ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത്? അമേരിക്ക. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെ? 2011, 2018. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം നിലവിൽ വന്നത് എവറസ്റ്റിൽ. തീരപ്രദേശവും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യവിമുക്തമാക്കുന്ന പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏത്? ഓസോൺ പാളി. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. 21 മുതൽ 30 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഏത് രാജ്യമാണ് ആദ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത്? അമേരിക്ക. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെ? 2011, 2018. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിലയം നിലവിൽ വന്നത് എവറസ്റ്റിൽ. തീരപ്രദേശവും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യവിമുക്തമാക്കുന്ന പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏത്? ഓസോൺ പാളി. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ഹരിതഗൃഹ പ്രഭാവത്തിന് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആഗോളതാപനം മൂലം ഭൂമിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? അന്തരീക്ഷ താപനില ഉയരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ
ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ. പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം പിപ്പലാന്ത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിര. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 സ്ഥാപിതമായത്. 31 മുതൽ 40 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ആഗോള താപനം മൂലം ഭൂമിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? അന്തരീക്ഷ താപനില ഉയരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ. പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം പിപ്പലാന്ത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിര. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 സ്ഥാപിതമായത്. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾ സസ്യഭോജികൾ ഹെർബിവോറസ്. മറ്റ് ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾ മാംസഭോജികൾ കാർണിവോറസ്. സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾ മിശ്രഭോജികൾ ഒംനിവോറസ്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹേക്കർ. ലോക പരിസ്ഥിതി ദിനമായി ജൂൺ 5 തിരഞ്ഞെടുക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ച വർഷം 1972. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? ഇക്കോമാർക്ക്. 41 മുതൽ 50 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾ സസ്യഭോജികൾ ഹെർബിവോറസ്. മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾ മാംസഭോജികൾ കാർണിവോറസ്. സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾ മിശ്രഭോജികൾ ഒംനിവോറസ്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹേക്കർ. ലോക പരിസ്ഥിതി ദിനമായി ജൂൺ 5 തിരഞ്ഞെടുക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ച വർഷം 1972. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? ഇക്കോമാർക്ക്. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം.
ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? വേപ്പ്. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? കേരളം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? MS സ്വാമിനാഥൻ. സേവ് ഹിമാലയ മൂവ്മെന്റ് ആരംഭിച്ചതാര്? സുന്ദർലാൽ ബഹുഗുണ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? ആമസോൺ കാടുകൾ. ആമസോൺ മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ബ്രസീൽ. എക്കോളജി ഈസ് പെർമനന്റ് എക്കോണമി എന്ന് പറഞ്ഞത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി? കല്ലായിപ്പുഴ. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി? കുന്തിപ്പുഴ. 51 മുതൽ 60 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? വേപ്പ്. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? കേരളം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? MS സ്വാമിനാഥൻ. സേവ് ഹിമാലയ മൂവ്മെന്റ് ആരംഭിച്ചതാര്? സുന്ദർലാൽ ബഹുഗുണ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ബ്രസീൽ. എക്കോളജി ഈസ് പെർമനന്റ് എക്കോണമി എന്ന് പറഞ്ഞത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി? കല്ലായിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി? കുന്തിപ്പുഴ. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? 10ാമത്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? സുനിത നരേൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്? കാവുകൾ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജൈവമണ്ഡലം, ബയോസ്ഫിയർ. 1950-ൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. WWFന്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? 1973. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര്? AG ടാൻസ്ലി. 61 മുതൽ 70 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? 10ാമത്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? സുനിത നരേൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്? കാവുകൾ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജൈവമണ്ഡലം, ബയോസ്ഫിയർ. 1950-ൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. WWFന്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? 1973.
എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? A.G. ടാൻസ്ലി. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? വാൾട്ടർ ജി. റോസൺ. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ മാറ്റം. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? വയനാട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത്? ഭീമൻ പാണ്ട. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക? വന്ദന ശിവ. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി മേഖല. പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം? ആന. 71 മുതൽ 80 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? വാൾട്ടർ ജി. റോസൺ. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ മാറ്റം. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? വയനാട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത്? ഭീമൻ പാണ്ട. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഫെബ്രുവരി 2. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക? വന്ദന ശിവ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി മേഖല. പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം? ആന. ഇനി ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേത്? കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻ പീസ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം? കുറിഞ്ഞിമല. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ഏക കന്യാവനം? സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം? 2007. 81 മുതൽ 90 വരെയുള്ള 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേത്? കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻ പീസ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം? കുറിഞ്ഞിമല. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ.
ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ഏക കന്യാവനം. സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. കേരളത്തിൽ കണ്ടൽവനങ്ങൾ കൂടുതൽ ഉള്ള ജില്ല ഏത്? കണ്ണൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1984. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? പ്രൊഫസർ KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? വരയാട്. 91 മുതൽ 100 വരെയുള്ള 10 ചോദ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. കേരളത്തിൽ കണ്ടൽവനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1984. ഏതു മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? പ്രൊഫസർ KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? വരയാട്. ഫ്രണ്ട്സ്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാമോ? താങ്ക് യു.